ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഷിപിത സജീവ്. ഇരുമ്പൻ പുളി വെച്ച് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 20 ഇരുമ്പൻ പുളിയാണ് എടുത്തിട്ടുള്ളത്. അധികം മൂക്കാത്തത് വേണം ഇതിലേക്ക് എടുക്കാനായിട്ട്. ഇവിടെ ഞാൻ ഇരുമ്പൻ പുളി നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം തുടച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെക്കാം. ഇതെല്ലാം അരിഞ്ഞു വന്നപ്പോൾ നമുക്കിവിടെ 1 കപ്പ് ഇരുമ്പൻ പുളിയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയും എടുക്കാവുന്നതാണ്. എണ്ണ നല്ലപോലെ ചൂടായി വന്നാൽ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വന്നാൽ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കാം. ഉലുവയെന്ന് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമില്ലാത്തവർക്ക് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വെളുത്തുള്ളി എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ഒന്നായി വന്നാൽ നമുക്കിതിലേക്ക് 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ കൂടെ 2 പച്ചമുളക് ഞാൻ ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഇരുമ്പൻ പുളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സാക്കി എടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതൊന്നും കൂടി മിക്സാക്കി എടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം ഇരുമ്പൻ പുളിയിലെ വെള്ളമെല്ലാം ചട്ടിയിലേക്കൊന്ന് ഇറങ്ങി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഇരുമ്പൻ പുളിയിലെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഒന്നും കൂടി മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇരുമ്പൻ പുളി കൊണ്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു അച്ചാർ എന്തായാലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിപിത സജീവ്. താങ്ക് യു.